നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് വ്യാഴാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുകയാണ്. ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതായി മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. ഇടിമിന്നൽ അപകടകാരികളായതിനാൽ ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതേസമയം പകൽ ചൂട് വർദ്ധിക്കുന്നത് തുടരുകയാണ്. പകൽ 10 മണി മുതൽ 3 മണി വരെയുള്ള സമയങ്ങളിലാണ് ഉയർന്ന അൾട്രാവയലറ്റ് സൂചിക രേഖപ്പെടുത്തുന്നത്. അതിനാൽ ഈ സമയങ്ങളിൽ കൂടുതൽ നേരം ശരീരത്തിൽ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് പരമാവധി ഒഴിവാക്കണമെന്നാണ് അധികൃതർ നിർദ്ദേശിച്ചിരിക്കുന്നത്. തുടർച്ചയായി കൂടുതൽ സമയം അൾട്രാവയലറ്റ് രശ്മികൾ ശരീരത്തിൽ ഏൽക്കുന്നത് സൂര്യാതപനത്തിനും ത്വക്ക് രോഗങ്ങൾക്കും നേത്രരോഗങ്ങൾക്കും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമായേക്കാം. പകൽ സമയത്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തൊപ്പി, കുട, സൺഗ്ലാസ് എന്നിവ ഉപയോഗിക്കാൻ ശ്രമിക്കുക. ശരീരം മുഴുവൻ മറയുന്ന കോട്ടൺ വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നതും ഉചിതമായിരിക്കും. ഏതായാലും കേരളത്തിൽ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ചിലയിടങ്ങളിൽ മാത്രമാണ് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യത പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. എന്നിരുന്നാലും മഴ സാധ്യത പ്രവചിക്കപ്പെടുന്നുണ്ടെങ്കിലും തന്നെ പകൽ സമയങ്ങളിൽ കൂടുതൽ ചൂട് അനുഭവപ്പെടും എന്നുള്ളതാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറഞ്ഞിരിക്കുന്നത്. അതേസമയം ജമ്മു കാശ്മീരിലെ റംബാൻ ജില്ലയിലെ മേഘവിസ്ഫോടനത്തെ തുടർന്നുണ്ടായ കനത്ത മഴയിലും മണ്ണിടിച്ചിലും 3 പേർ മരിച്ചു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. അതിൽ 2 പേർ സഹോദരങ്ങളാണ്. വെള്ളപ്പൊക്കത്തിൽ അകപ്പെട്ട 100ഓളം പേരെ മാറ്റിപ്പാർപ്പിച്ചിരുന്നു. അപ്രതീക്ഷിതമായിട്ടായിരുന്നു മേഘവിസ്ഫോടനം ജമ്മു കാശ്മീരിൽ ഇത്രയും ദുരന്തം വിതച്ചിരിക്കുന്നത്. 40 വീടുകളാണ് അവിടെ തകർന്നിരിക്കുന്നത്. ജമ്മു ശ്രീനഗർ ദേശീയപാതയിൽ നഷ്കരിക്കും ബനിഹാലിനും ഇടയിൽ ഏകദേശം 12ഓളം ഇടങ്ങളിലാണ് ഇപ്പോൾ മണ്ണിടിച്ചിലുണ്ടായത്. ഒട്ടേറെ വാഹനങ്ങൾ മണ്ണിനടിയിലായി. കാലാവസ്ഥ മെച്ചപ്പെടുന്നതുവരെ ഈ പാത താൽക്കാലികമായി അടച്ചിരിക്കുകയാണ്. കശ്മീരിനെ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ഏക പാതയായ ഇവിടെ 100 കണക്കിന് യാത്രക്കാർ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് വിവരം. കഴിഞ്ഞ ദിവസമാണ് ഇത് റിപ്പോർട്ട് ചെയ്തത്. ഇതുവരെയായിട്ടും അവിടെ രക്ഷാപ്രവർത്തനമൊക്കെ തന്നെ പുരോഗമിക്കുകയാണ്. ഇതുവരെയായിട്ട് 3 പേർ മരിച്ചു എന്നുള്ളതാണ്. കൂടുതൽ ആളുകൾ മരണപ്പെട്ടിട്ടില്ല. എന്നിരുന്നാലും ചില ആളുകളെ കാണാതായിട്ടുണ്ട്. അതുപോലെ ചില ഭാഗങ്ങളിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട്. പന്തിയാലിനടുത്തുള്ള റോഡിന്റെ ഒരു ഭാഗം ഒലിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഭാഗത്തേക്ക് രക്ഷാപ്രവർത്തനത്തിനായിട്ട് ആളുകൾക്ക് എത്താനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. വൈദ്യുതി വിതരണവും മുടങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ വ്യാഴാഴ്ച ഈ പ്രദേശങ്ങളിൽ ശക്തമായ കാറ്റും മഴയും ഉണ്ടായിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് ഈ മേഖലയിൽ മേഘവിസ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. 5 വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്രയും ശക്തിയേറിയ മഴയും കാറ്റും പ്രദേശത്ത് അനുഭവപ്പെടുന്നതെന്ന് പ്രദേശവാസികൾ പറയുന്നുണ്ട്. സ്ഥിതിഗതികൾ വിലയിരുത്താൻ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള യോഗം വിളിച്ചു. സ്ഥിതിഗതികൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ജനങ്ങളുടെ ജീവൻ രക്ഷിക്കുക എന്നതിനാണ് ഇപ്പോൾ മുൻഗണനയെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ദുരിതബാധിതർക്ക് സഹായം നൽകുന്ന നടപടികൾ വിലയിരുത്തുമെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുണ്ട്. ദേശീയപാതയിൽ പാറകളും ചെളിയും അവശിഷ്ടങ്ങളും വന്ന് മൂടിയ നിലയിലാണുള്ളത്. കശ്മീരിലേക്ക് പോകുന്ന വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശവുമുണ്ട്. ധരംകുണ്ട് പോലീസിന്റെയും ജില്ലാ ഭരണകൂടത്തിന്റെയും നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുന്നത്. ജമ്മു ശ്രീനഗർ ദേശീയപാതയിൽ 5 സ്ഥലങ്ങളിലാണ് മണ്ണിടിച്ചിലും ആലിപ്പഴ വർഷവും മൂലം ഗതാഗതം തടസ്സപ്പെട്ടതായി റംബാൻ ട്രാഫിക് നാഷണൽ ഹൈവേ ASP രാജ ആദിൽ ഹമീദ് ഗനായ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. റംബാനിലുണ്ടായ ദാരുണമായ മണ്ണിടിച്ചിലും പെട്ടെന്നുള്ള വെള്ളപ്പൊക്കത്തിലും മനുഷ്യജീവനുകൾ നഷ്ടപ്പെട്ടതിൽ ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള ദുഃഖം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദുരിതബാധിതരുടെ കുടുംബങ്ങൾക്ക് അനുശോചനം രേഖപ്പെടുത്തിയ അദ്ദേഹം വേഗത്തിലുള്ള രക്ഷാപ്രവർത്തനങ്ങളും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും ഉറപ്പാക്കാൻ സർക്കാർ പ്രാദേശിക അധികാരികളുമായി നിരന്തരം ഏകോപനം നടത്തുന്നുണ്ടെന്നും ഉറപ്പ് നൽകിയിട്ടുണ്ട്. വളരെ കുറഞ്ഞ സമയത്തിനകം ഒരു പ്രദേശത്തുണ്ടാകുന്ന അതിശക്തമായിട്ടുള്ള പേമാരിയാണ് മേഘവിസ്ഫോടനം എന്ന് ഒറ്റവാക്കിൽ നിർവചിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ മുൻകരുതലെടുക്കാനായിട്ട് സാധിക്കാനുള്ള സമയം പോലും ഇത്തരത്തിൽ മേഘവിസ്ഫോടനങ്ങൾ ഉണ്ടാകുമ്പോൾ കിട്ടാറില്ല. അതുകൊണ്ടാണ് മരണനിരക്ക് പലപ്പോഴും വർദ്ധിക്കുന്നതും രക്ഷാപ്രവർത്തനത്തെ കൂടുതൽ ദുഷ്കരമാക്കുന്നതും. ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ വലിയ മഴയുണ്ടാകുന്നത് കൊണ്ട് തന്നെ മേഘവിസ്ഫോടനം ഉണ്ടാകുന്ന പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലും അനുബന്ധമായി ഉണ്ടാകുന്നു. കാറ്റും ഇടിയും മിന്നലും കൂടിയാകുന്നതോടെ ആ പ്രദേശം അക്ഷരാർത്ഥത്തിൽ പ്രളയത്തിലാവുകയും വലിയ നാശനഷ്ടങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നു. മേഘങ്ങളിൽ തന്നെ വലിപ്പ ചെറുപ്പമുള്ളവയുമുണ്ട്. മേഘങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിപ്പമേറിയ ഇനമായ കുമുലോ നിംബസ് എന്ന മഴമേഘങ്ങളാണ് അക്ഷരാർത്ഥത്തിൽ മേഘവിസ്ഫോടനങ്ങൾ ഉണ്ടാക്കുന്നത്. എന്നാൽ എല്ലാ കുമുലോ നിംബസ് മേഘങ്ങളും മേഘവിസ്ഫോടനം ഉണ്ടാക്കുന്നില്ല. മേഘവിസ്ഫോടനത്തിന് കാരണമാകുന്ന മേഘങ്ങൾക്ക് ചില പ്രത്യേകതകൾ ഉണ്ടായിരിക്കും. താഴെ ക്ലാസ്
ഈർപ്പം നിറഞ്ഞ ഒരു വായുപ്രവാഹം ഭൗമോപരിതലത്തിൽ നിന്ന് അന്തരീക്ഷത്തിന്റെ മുകൾ തട്ടിലേക്ക് ഉയരുകയും ഘനീഭവിക്കുകയും ചെയ്യുമ്പോഴാണ് മേഘങ്ങൾ രൂപപ്പെടുന്നത്. അവയിൽ തന്നെ സവിശേഷ സ്വഭാവമുള്ള കുമുലോ നിംബസ് മേഘങ്ങൾ രൂപപ്പെടുമ്പോൾ അന്തരീക്ഷത്തിന്റെ താഴെ തട്ടിൽ നിന്ന് ആരംഭിച്ച് 15 കിലോമീറ്റർ ഉയരത്തിൽ വരെ അവ എത്തുന്നു. ഇങ്ങനെയുണ്ടാകുന്ന കൂറ്റൻ കുമുലോ നിംബസ് മേഘങ്ങളാണ് മേഘവിസ്ഫോടനത്തിന് കാരണം. ഇവയ്ക്കുള്ളിൽ ശക്തിയേറിയ ഒരു വായുപ്രവാഹം ചാക്രമണ രീതിയിൽ രൂപപ്പെടുന്നു. ഇത് മേഘത്തിന്റെ നടുഭാഗത്തുകൂടി മുകളിലേക്ക് ഉയരുന്നു. ഈ പ്രക്രിയയുടെ ഭാഗമായി മേഘങ്ങളുടെ താഴെത്തട്ടിൽ ജലകണങ്ങളും മുകളറ്റത്ത് ഐസ് ക്രിസ്റ്റലുകളും ഉണ്ടാകുന്നു. അന്തരീക്ഷത്തിന്റെ മുകൾ തട്ടിലേക്ക് വേഗത്തിൽ എത്തുന്ന കുമുലോ നിംബസ് മേഘങ്ങൾ ഇവ രൂപപ്പെടുന്ന സ്ഥലത്തെ പ്രത്യേകതകൾ കാരണം പതിവിലും ഉയർന്ന അളവിൽ അന്തരീക്ഷ ഈർപ്പം വഹിച്ചേക്കാം. ഭൗമാന്തരീക്ഷത്തിന്റെ 10 കിലോമീറ്ററിലും മുകളിലത്തെ താപനില -40 മുതൽ -60 ഡിഗ്രി വരെ സെൽഷ്യസ് ആണ്. ഇത് കാരണം ഈർപ്പം സ്വാഭാവികമായി മഞ്ഞുകണങ്ങളായി മാറുന്നു. ഈ കാറ്റിന്റെ മുകളിലേക്കുള്ള പ്രവാഹം കുറച്ച് ശമിക്കുന്നതോടുകൂടി മഞ്ഞുകണങ്ങൾ ഭൂഗുരുത്വാകർഷണത്തിൽപ്പെട്ട് താഴേക്ക് പതിക്കുന്നു. വലിയ മഞ്ഞുകണങ്ങൾ കൂടുതൽ ചെറിയ കണങ്ങളാകുന്നു. ഭൂമിയുടെ ഉപരിതലത്തിനടുത്ത് എത്തുമ്പോൾ അന്തരീക്ഷ താപനില ഉയർന്നതായതിനാൽ മഞ്ഞുകണങ്ങൾ ജലത്തുള്ളികളായി മാറുന്നുണ്ട്. ഇത് ശക്തമായ പേമാരിയായി ഭൂമിയിൽ പതിക്കുകയാണ് ചെയ്യുന്നതെന്നാണ് വിദഗ്ധർ പറയുന്നത്. 2022 അമർനാഥിൽ പൊലിഞ്ഞത് ഇത്തരത്തിൽ മേഘവിസ്ഫോടനത്തിൽ 15 മനുഷ്യജീവനുകളായിരുന്നു. അപ്രതീക്ഷിതമായിട്ടുണ്ടായ ഈ ഒരു സംഭവത്തിലാണ് അന്ന് 15 ആളുകളുടെ ജീവൻ പൊലിഞ്ഞത്. അന്ന് നിരവധി പേരെയായിരുന്നു ആ സമയത്ത് കാണാതായത്. പിന്നീട് പലരെയും മരിച്ച നിലയിലായിരുന്നു കണ്ടെത്തിയത്. അതേസമയം തന്നെ കേരളത്തിൽ ഇത്തരത്തിൽ മേഘവിസ്ഫോടനം ഉണ്ടാകുന്നത് അധികമൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. എന്നിരുന്നാലും മാറി മാറിയുള്ള കാലാവസ്ഥയാണ് ഇപ്പോൾ കേരളത്തിലെ നിലവിലെ സ്ഥിതി. മഴ മുന്നറിയിപ്പുണ്ടെങ്കിലും പകൽ സമയങ്ങളിൽ വളരെ കഠിനമായിട്ടുള്ള ചൂടാണ് അനുഭവപ്പെടുന്നത്. വേനൽമഴ 2 മാസം തികയാനിരിക്കെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മാർച്ച് 1 മുതൽ ഏപ്രിൽ 20 വരെയുള്ള കണക്ക് പ്രകാരം 59% അധിക മഴ ലഭിച്ചു എന്നാണ് കണക്കുകൾ. ഈ കാലയളവിൽ കേരളത്തിൽ ലഭിക്കേണ്ടത് 98.7% മഴയാണ്. 156.5% മഴ ലഭിച്ചു. ഈ കാലയളവിൽ ഇടുക്കി ഒഴികെ മറ്റെല്ലാ ജില്ലകളിലും സാധാരണയിൽ കൂടുതൽ മഴ ലഭിച്ചിട്ടുണ്ട്. ഇടുക്കിയിൽ സാധാരണ മഴയാണ് ലഭിച്ചത്. 4% മാത്രമാണ് അധിക മഴ ലഭിച്ചത്. 142.9 mm മഴ ലഭിക്കേണ്ട ഇടുക്കിയിൽ 149 mm മഴ ലഭിച്ചിട്ടുണ്ട്. ഈ കാലയളവിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് കണ്ണൂർ ജില്ലയിലാണ്. 160% അധിക മഴ ലഭിച്ചു. 43.2 mm മഴ ലഭിക്കേണ്ട കണ്ണൂർ ജില്ലയിൽ 112.3 mm മഴ ലഭിച്ചു. തൊട്ടുപിറകെ പാലക്കാടുണ്ട്. പാലക്കാട് 101 mm അധിക മഴ ലഭിച്ചു. 71.7 mm മഴ ലഭിക്കേണ്ട പാലക്കാട് ജില്ലയിൽ 144.1 mm മഴയാണ് ലഭിച്ചിരിക്കുന്നത്. ആലപ്പുഴ 26, എറണാകുളം 29, കാസർഗോഡ് 33, കൊല്ലം 64, കോട്ടയം 95, കോഴിക്കോട് 96, മലപ്പുറം 65, പത്തനംതിട്ട 49, തിരുവനന്തപുരം 76, തൃശൂർ 63, വയനാട് 83 എന്നിങ്ങനെയാണ് മറ്റു ജില്ലകളിൽ അധിക മഴ ലഭിച്ചത്. അതേസമയം മാഹിയിലും ലക്ഷദ്വീപിലും ഈ കാലയളവിൽ ലഭിക്കേണ്ട മഴയേക്കാൾ അധിക മഴ ലഭിച്ചിട്ടുണ്ട്. മാഹിയിൽ 64, ലക്ഷദ്വീപിൽ 66% അധിക മഴ ലഭിച്ചു. 52.8 mm മഴ ലഭിക്കേണ്ട മാഹിയിൽ 86.6 mm മഴ ലഭിച്ചു. 36.3 mm മഴ ലഭിക്കേണ്ട ലക്ഷദ്വീപിൽ 64 mm മഴ ലഭിച്ചിട്ടുണ്ട്. അതേസമയം കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഇന്നും ഒറ്റപ്പെട്ട മഴ തുടരും. വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും പകൽ ചൂട് കൂടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പറയുന്നതിനനുസരിച്ചിട്ടുള്ള മുൻകരുതൽ സ്വീകരിക്കേണ്ടതാണെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറഞ്ഞിട്ടുണ്ട്.